നമസ്കാരം. കഴിഞ്ഞ ജനുവരി 1 മുതൽ ജനുവരി 16 വരെയുള്ള തീയതികളിൽ ഡൽഹിയിൽ നിന്ന് 807 പേരെയാണ് കാണാതായത്. അതായത് അതിൽ 500-ലധികം പേർ പെൺകുട്ടികളാണ്, സ്ത്രീകളാണ് ഉണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ 298 പേർ പുരുഷന്മാരാണ്, അതിൽ കുട്ടികളുണ്ടായിരുന്നു. അങ്ങനെ കുട്ടികളും പുരുഷന്മാരും സ്ത്രീകളും അടങ്ങുന്ന 807 പേരെയാണ് ഡൽഹിയിൽ നിന്നും കാണാതായിരിക്കുന്നത്. സൗത്ത് നോർത്ത് ഡൽഹിയിൽ നിന്നാണ് ഇതിൽ പ്രധാനമായിട്ടും കാണാതായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഭാരതത്തിൻ്റെ പല ഭാഗങ്ങളിലും ഈ ഒരു ഡേറ്റുകളിൽ ഒരുപാട് ആൾക്കാരെ കാണാതായതായിട്ടുള്ള വിവരങ്ങളും ഇപ്പോൾ ലഭ്യമാകുന്നുണ്ട്. ഇത് ലഘൂകരിച്ച് കാണാൻ പറ്റുന്ന ഒരു കാര്യം തന്നെ അല്ല. അതായത് എപ്സ്റ്റീൻ ഫയൽസിൽ ഇതുമായി ബന്ധപ്പെട്ട ചില രേഖകളുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു പാറ്റേണിൽ കാണാതായ ആൾക്കാരെ ഇതുമായി ബന്ധപ്പെട്ട ഇടങ്ങളിൽ നിന്ന് എപ്സ്റ്റീൻ ഫയൽസിൽ ഇത്തരം കാണാതായ ആൾക്കാർ, ഇത്തരം രീതിയിൽ ഈ പാറ്റേണിൽ കാണാതായ ആൾക്കാർ അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നതായിട്ടുള്ള കാര്യങ്ങൾ പറയപ്പെടുന്നുണ്ട്. അത്തരമൊരു സൂചന ലഭ്യമാകുന്ന ഒരു സാഹചര്യത്തിൽ വളരെ സമഗ്രമായ ഒരു അന്വേഷണം തന്നെയാണ് ഡൽഹി കേന്ദ്രീകരിച്ചും ഇത്തരത്തിൽ കിഡ്നാപ്പാണെന്ന് സംശയിക്കപ്പെടുന്നു അത്തരം ഒരു സാഹചര്യമുണ്ടായ ഇടങ്ങളിലൊക്കെയും വളരെ വലിയ രീതിയിലുള്ള അന്വേഷണമാണ് നടക്കുന്നത്. രക്ഷകർത്താക്കൾ പറയുന്നതിനനുസരിച്ചാണെങ്കിൽ രാത്രി അവരോടൊപ്പം ഉണ്ടായിരുന്ന കുട്ടിയെ രാവിലെ കാണാതായ സാഹചര്യം പോലും ഉണ്ടായി. കുട്ടികളെ പലപ്പോഴും ചില മെട്രോ സ്റ്റേഷനിലൊക്കെ അവരുടെ CCTV ദൃശ്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ പൊടുന്നനെ അവരെ പിന്നീട് കാണാതാകുന്നു. അവർ പിന്നീട് എങ്ങോട്ട് പോകുന്നു എന്ന് അറിയില്ല. പിന്നീട് CCTV ദൃശ്യങ്ങളൊന്നും, ഇവരുമായി ബന്ധപ്പെട്ടുള്ള CCTV ദൃശ്യങ്ങളൊന്നും ലഭിക്കുന്നില്ല. അങ്ങനെ വളരെ കൃത്യമായി, വളരെ ചിട്ടയോടുകൂടി നടത്തിയ ഒരു ഓപ്പറേഷനാണ് എന്ന തരത്തിലാണ് ഈ ആകപ്പെട്ട ആൾക്കാരുടെയൊക്കെയും വിവരങ്ങൾ ലഭ്യമാകുന്നത്. പോലീസ് ഇത് വളരെ ജാഗ്രതയോടുകൂടിയാണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്നത്. പ്രത്യേകിച്ചും ഡൽഹി പോലീസ് സൗത്ത് നോർത്ത് ഡൽഹി ഭാഗങ്ങളിലാണ് ഡൽഹിയിൽ നിന്ന് ഏറ്റവും അധികം ആൾക്കാരെ കാണാതായത്. ജനുവരി 1 മുതൽ 15 വരെ വരുന്ന ഈ ഒരു കാലയളവിൽ ഈ ഒരു സമയങ്ങളിലാണ് ഭാരതത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ആൾക്കാരെ കാണാതായത് എന്നതും വളരെയധികം ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ആൾക്കാർ ഒന്നും തന്നെ രക്ഷപ്പെടുവാൻ പോകുന്നില്ല. അവരെല്ലാവരും തന്നെ പിടിയിലാകും എന്നുറപ്പാണ്. അത്രയധികം വളരെ ജാഗ്രതയോടുകൂടിയാണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നത്. കാണാതായവരിൽ പലരും വിദ്യാർത്ഥികളാണ് എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിലധികം പെൺകുട്ടികളാണ് എന്നുള്ളതും മറ്റൊരു വാർത്തയാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ആരും തന്നെ രക്ഷപ്പെടാൻ പോകുന്നില്ല എന്നാണ് അന്വേഷണ സംഘം പറയുന്നതെന്നും ഡൽഹി പോലീസ് ഇതുമായി ബന്ധപ്പെട്ട വാർത്താ സമ്മേളനങ്ങൾ നടത്തിയിരുന്നു. എന്തായാലും ആരും തന്നെ രക്ഷപ്പെടാൻ പോകുന്നില്ല. അതായത് ഈ ദൗത്യം നിർവഹിച്ച ഈ കിഡ്നാപ്പ്, ഈ തട്ടിക്കൊണ്ടുപോകൽ നടപ്പിലാക്കിയ ആരും തന്നെ, ഈ സംഘങ്ങളൊന്നും തന്നെ രക്ഷപ്പെടാൻ പോകുന്നില്ല. എവിടെയൊക്കെയാണ് പതിയിരുന്നാലും തീർച്ചയായിട്ടും അവർ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക തന്നെ ചെയ്യും. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV/AIDS സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.